ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയതാണ്. മൂന്നാർ വൈബ്സ് എന്നാണ് പേര്. മൂന്നാറിലും പരിസരത്തുമുള്ള വിനോദസഞ്ചാരികൾക്ക് മൂന്നാർ പെട്ടെന്നെത്തിയാൽ എവിടെയൊക്കെ പോകണം, എന്തൊക്കെയുണ്ട് കാണാൻ, എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ സ്ഥലങ്ങൾ, ഫുഡ്, അക്കോമഡേഷൻ, ഓഫ് റോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എനിക്കറിയാം ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. പതിയെ പതിയെ ഞാനെല്ലാം ക്ലിയർ ചെയ്തോളാവേ. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. അതോടൊപ്പം ലൈക്ക് കൂടി ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലില്ലി ചെടികളെക്കുറിച്ചാണ്. മൂന്നാറിൽ അവൾ വീണ്ടും എത്തി. ഇതാണല്ലോ നമ്മുടെ ക്യാപ്ഷൻ. ആരാണവൾ എന്നല്ലേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ചോദ്യം. അത് മറ്റാരുമല്ല, വേനൽ മഴയ്ക്ക് ശേഷം എത്തുന്ന സുന്ദരി റോസ് ലില്ലി. മൂന്നാറിലെ മലനിരകളെ വീണ്ടും മനോഹരിയാക്കുവാൻ വേനൽക്കാലത്ത് ശേഷം അവൾ റോസ് ലില്ലി എത്തിയപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യാതിരിക്കുക? മോശമല്ലേ? ഞാനിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴി കണ്ടതാണ്. നീലക്കുറിഞ്ഞി പൂക്കുന്ന പോലെ ഒരു പ്രദേശം നിറയെ റോസ് ലില്ലികൾ പൂത്ത് നിൽക്കുന്നു. ഇത് മീൻകെട്ടുള്ള KCB ക്വാർട്ടേഴ്സാണ്. ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്തും ലില്ലിപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. അത് വീഡിയോ എടുക്കണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ കരുതി എന്തിനാ നമ്മുടെ പ്രകൃതി ഭംഗികൾ ഇങ്ങനെ ഒളിച്ചു വയ്ക്കുന്നത്, എല്ലാവരും അറിയട്ടെ. മൂന്നാറിലും പരിസരത്തുള്ള ഏതാനും പേർക്കല്ലേ ഇതൊക്കെ അറിയത്തുള്ളൂ. ഇത് റോഡ് സൈഡിൽ നിൽക്കുന്നതാണ്. എന്ത് ഭംഗിയാണെന്നോ. 3-4 ദിവസം കഴിയുമ്പോൾ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. ഞാൻ താമസിക്കുന്നത് ആൻചാലിലാണേ. മീൻകെട്ടി ജോലിക്ക് പോകുമ്പോൾ എല്ലാ വർഷവും വേനൽമഴയ്ക്ക് ശേഷം റോസ് ലില്ലികൾ നിറയെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ വർഷം പൂക്കൾ മൊത്തത്തിൽ ഇച്ചിരി കുറവാണ്. എങ്കിലും കാഴ്ച ഭംഗിക്ക് ഒരു കുറവുമില്ല. നല്ല രസമാണ് കാണാൻ. വേനൽമഴയ്ക്ക് ശേഷം റോസ് ലില്ലി മാത്രമല്ല, പല നിറത്തിലും തരത്തിലുമുള്ള ലില്ലി ചെടികൾ പൂവിടാറുണ്ട്. ഇവിടെ ഇപ്പം സാധാരണയായിട്ട് റോസ് ലില്ലിയാണ് കൂടുതലായി ഉണ്ടാകാറുള്ളത്. നമ്മളിങ്ങനെ ഭംഗി ആസ്വദിച്ചാൽ മാത്രം പോരല്ലോ. ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു അറിവെങ്കിലും നമുക്കുണ്ടാകുന്ന രീതിയിലായിരിക്കണം അല്ലേ? എനിക്കങ്ങനെ തോന്നി. നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കുറച്ച് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഈ പൂക്കൾക്കൊപ്പം ഷെയർ ചെയ്യാം. മഴലില്ലി, മെയ് ഫ്ലവർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു അലങ്കാര ചെടിയാണ് റോസ് ലില്ലി. 15 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഈ ചെടിക്ക് നെല്ലോലകളോട് സാമ്യമുള്ളതും നീണ്ട മിനുസമാർന്നതുമായ ഇലകളാണുള്ളത്. ഉള്ളിയോട് സാമ്യമുള്ള വിത്തുകളുടെ കൂട്ടം വേനൽക്കാലത്ത് സുഷുപ്താവസ്ഥയിൽ. അതെന്താവസ്ഥയൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മണ്ണിനടി, അതിന് വേറൊരു പേരെന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇത് ഈ അവസ്ഥയിൽ മണ്ണിനടിയിൽ സ്ഥിതി ചെയ്യുന്നു. മഴക്കാല ആരംഭത്തോടെ മുളച്ച് കൂട്ടമായി പുഷ്പിക്കുന്നു. അതിൻ്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇലകൾക്കിടയിൽ നിന്ന് തണ്ട് നീണ്ട് അതിലൊരു പുഷ്പം എന്ന രീതിയാണ്. മറ്റ് ലില്ലി ചെടികളെ അപേക്ഷിച്ച് റോസ് ലില്ലിക്ക് വളരെ ചെറിയ പൂക്കളാണുള്ളത്. ബാക്കിയൊക്കെ ഇച്ചിരിയോടൊക്കെ വലിപ്പമുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ. ഇതിനിടയിൽ നമുക്ക് ഒരു റെഡ് ലില്ലി നമുക്ക് കാണാൻ പറ്റും. അതും ഒരു ലില്ലിയാണ്. പരമാവധി 5 സെൻറ്റിമീറ്റർ ചുറ്റളവാണുള്ളത്. ഇവ ഒരാഴ്ചയ്ക്കുള്ളിൽ വാടിപ്പോവുകയും പുതിയ കാണ്ഡങ്ങളിൽ നിന്ന് ധാരാളമായി പുതിയ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മണമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഈ ലില്ലിപ്പൂക്കൾക്ക് മണമുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അറിയാമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കാലവർഷ അവസാനത്തോടെ ഉണങ്ങിപ്പോകുന്ന ഈ ചെടി അടുത്ത വർഷക്കാലത്തിനായി മണ്ണടിയിൽ വിത്ത് രൂപത്തിൽ വിശ്രമം കൊള്ളും. ക്യൂബ, പോർട്ടോറിക്കോ, കരീബിയൻ രാജ്യങ്ങളിലാണ് ഇവയുടെ ഉത്ഭവമെങ്കിലും അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, പസഫിക് ദ്വീപുകൾ തുടങ്ങി ഒട്ടുമിക്ക മേഖലകളിലും ഇവ കാണപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ എനിക്ക് നെറ്റ് സെർച്ച് ചെയ്തിട്ട് എൻ്റെ ഈ ചെറിയ അറിവ് വെച്ചിട്ട് കിട്ടിയുള്ളൂ കേട്ടോ. ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ.